മറ്റൊരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ പ്രാതിനിധ്യം കോൺഗ്രസിന്റെ പട്ടികയിൽ കുറഞ്ഞുപോയി എന്ന ആക്ഷേപം നേരത്തെ തന്നെ കേൾക്കുന്നുണ്ട്. ഈ ആക്ഷേപത്തിൽ ഇന്നലെ ചില വിമർശനങ്ങളും പരസ്യമായി തന്നെ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യം എന്തായാലും പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞുപോയി കോൺഗ്രസിന്റെ പട്ടികയിൽ. അതൊരു വീഴ്ചയായി തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നു. സിറ്റിംഗ് എംപിമാർക്ക് സീറ്റ് നൽകേണ്ടി വന്നതുകൊണ്ടാണ് അത്തരമൊരു അവസ്ഥയുണ്ടായത് എന്നത് വി.ഡി. സതീശൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിംഗ് എംപിമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല. പ്രായോഗികമായി സോഷ്യൽ ബാലൻസും എല്ലാം നോക്കി വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല. അതിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. ഈ പരാതി വനിതകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്ന പരാതി ഉന്നയിച്ചത് AICC വക്താവ് കൂടിയായ ഷമാ മുഹമ്മദാണ്. അവർ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് കൂടിയാണ്. പക്ഷേ ഷമാ മുഹമ്മദിനെ കെ സുധാകരൻ തള്ളുകയാണ്. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നാണ് സുധാകരൻ പറയുന്നത്. വിമർശനത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ മതിയെന്നും സുധാകരൻ പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സുധാകരന്റെ പ്രസ്താവന വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആ സുധാകരന്റെ വാക്കുകളൊന്നും കേൾക്കാം. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല എന്ന വിവാദ പരാമർശമാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ പട്ടികയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞു പോയത് വലിയ വിമർശനമായി ഉയർന്നു വരും എന്നത് ഉറപ്പാണ്. കാരണം നിലവിൽ ആലത്തൂരിൽ മാത്രമാണ് ഒരു വനിത മത്സരിക്കുന്നത്. നേരത്തെ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എന്ന മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അവിടെ KC വേണുഗോപാൽ മത്സരിക്കാനെത്തുമ്പോൾ വനിതാ പ്രാതിനിധ്യം ഒന്നായി മാത്രം കുറഞ്ഞു പോകുന്നു എന്ന വലിയ വിമർശനം കോൺഗ്രസ് പൊതുവിൽ നേരിടുന്നുണ്ട്. തൽക്കാലം തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഉണ്ടാകുന്ന വിമർശനങ്ങളെ നേരിടാൻ കോൺഗ്രസ് ഒരു വീഴ്ചയായി അംഗീകരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടെങ്കിൽ, പക്ഷേ അത് തള്ളുകയാണ് കെ സുധാകരൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഷമാ മുഹമ്മദാണ് വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ആ വിമർശനം തള്ളിക്കൊണ്ട് ഷമ കോൺഗ്രസിലെ ആരുമല്ല എന്ന നിലപാടാണ് സ്വാഭാവികമായും എത്തിയിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ